ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു കിഡിലൻ ട്രാൻസിഷൻ, അതായത് ആ ഒരു സൂം, അതേപോലെ ഒരു വാർപ്പ്, അതേപോലെ ഒരു ഷെയ്ക്ക്, ഇത് മൂന്നും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷനാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുകയാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ 1:1 റേഷ്യോ ആണ് എടുക്കുന്നത്. ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിലേക്ക് വന്ന ശേഷം നിങ്ങളൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ, ഞാനിതിപ്പോൾ ഒരു 1 സെക്കൻഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ ഡ്യൂറേഷൻ വേണ്ടത് വെച്ചാൽ ആ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ലെയർ സെലക്ട് ചെയ്യുക. എഫക്ട്സ്, ആഡ് എഫക്ട്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോവുക. ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൽ മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്ന ശേഷം നമ്മൾ ഓസിലേറ്റ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതിൽ കുറച്ച് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ ആംഗിളിൽ വരിക. ആംഗിൾ വന്ന് 45 ഇല്ലത് നമ്മൾ 90ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 90ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു വാല്യൂ. ഓക്കെ, കറക്റ്റ് 90ൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ താഴെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ഹെർട്സിലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ സ്ലൈറ്റ്ലി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 6 ഹെർട്സിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് ഒരു മാഗ്നിറ്റ്യൂഡിൽ വരിക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം. ദെൻ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ ഒരു കീ ഫ്രെയിം. ഓക്കെ, 10 സെക്കൻഡ് അല്ല, 0.10 ആ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ ഒരു കീ ഫ്രെയിം. ഇതേപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത ശേഷം നമ്മൾ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 സെറ്റ് ചെയ്യുക. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു 150 വരെ ഇൻക്രീസ് ചെയ്തിട്ട് ആ ഒരു കീ ഫ്രെയിം കറക്റ്റ് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നമ്മളൊരു കർവ് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു തേർഡ് കർവ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് മുകളിലേക്കാക്കി കൊടുക്കുക. ഓക്കെ, ദെൻ ഈ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ദെൻ ബാക്ക് വരിക. അപ്പോൾ ഇത്രയാണ് നമ്മൾ രണ്ടാമത്തെ എഫക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക. ബ്ലറിൽ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു എഫക്റ്റ് പറഞ്ഞാൽ ആഡ് എഫക്ട്സിൽ വരിക. നമ്മൾ വാർപ്പ്, അതായത് ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വരിക. ഇവിടെ ഏറ്റവും താഴെയായിട്ട് വേവ് വാർപ്പ് എന്നുണ്ടാവും. അത് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേവ് വാർപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആംഗിൾ വന്ന് നമ്മൾ 0-ലായിരിക്കും ഉണ്ടാവുക. അത് വന്ന് നമ്മൾ നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു 45 ഡിഗ്രിയിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 45 ഡിഗ്രിയിലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിൻ്റെ അടിയിൽ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ ഉണ്ട്. അത് നമുക്കിവിടെ 20-ലായിരിക്കും ഉണ്ടാവുക. നമുക്കൊരു 14ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. 14ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. അധികം സ്പേസിങ് വേണ്ട. ഓക്കെ, ഇനി അതിൻ്റെ അടിയിൽ മാഗ്നറ്റ്യൂഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്ന് ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഫസ്റ്റിലും ഒന്ന് എൻഡിലുമായിട്ട് ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 6ലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, ഫസ്റ്റ് കീ ഫ്രെയിം 6ലേക്ക് കൊണ്ടുപോവുക. ദെൻ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0. ദെൻ അത് എൻഡിലേക്ക് കൊണ്ടുപോയ ശേഷം ഇതിൻ്റെ സെൻട്രലായി വന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. ദെൻ ഇതൊന്നും മാറ്റം വരുത്താനില്ല. ദെൻ നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ വന്ന് ഈ ഒരു എഫക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ആ ഒരു എഫക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത എഫക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ആംഗിൾ 45 എന്നുള്ളത് നമ്മൾ 145 ആക്കി കൊടുക്കുക. ഓക്കെ, ആംഗിൾ നമ്മൾ ഫസ്റ്റത്തേൽ 45 ആണ്. രണ്ടാമത്തേൽ നമ്മൾ കറക്റ്റ് 145ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിൻ്റെ അടിയിൽ സ്പേസിങ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ നേരത്തെ 14 കൊടുത്തത്. രണ്ടാമത്തേൽ നമ്മളൊന്ന് 7.5 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് ഈ ഒരു വാല്യൂസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അഥവാ ഞാൻ പറയുന്ന എന്തെങ്കിലും സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് കാണുമോ, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ വീഡിയോ സ്ലോ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പ്ലേയിങ് സ്പീഡ് സ്ലോ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനടക്കം ഒരു കമൻറ്റ് ഞാൻ കണ്ടു, വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് കാണുക. ഓക്കെ, ദെൻ ഇത്രയാണ് നമ്മൾ ഇതിൽ ചേഞ്ചസ് വരുത്തേണ്ടത്. ദെൻ ഇത് നമ്മൾ ക്ലോസ് ചെയ്യാം. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ സർക്കുലർ റിപ്പിൾ ആഡ് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി. ദെൻ നമ്മൾ സർക്കുലർ റിപ്പിൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെയായിട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്രീക്വൻസിയിൽ നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഒന്ന് ഫസ്റ്റിലും ഒന്ന് എൻഡിലും. ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം കുറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, 20-ലൊക്കെ ആയിരിക്കും ഫ്രീക്വൻസി ഉണ്ടാവുക. നമുക്ക് അത്രയൊന്നും വേണ്ട. ഒരു 2.25 ആ ഒരു റേഞ്ചിൽ മാത്രമേ നമുക്ക് ഫ്രീക്വൻസി ആവശ്യമുള്ളൂ. അപ്പം ഫസ്റ്റിൽ ആ ഒരു വാല്യൂ കൊടുത്തിട്ട് ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ 0 ആണ്. അത് നമ്മൾ 0ലേക്ക് കൊണ്ടുവരിക. ഓക്കെ,
നല്ലോണം മൈനസ് ചെയ്ത് കൊടുക്കുക. 0 വെക്കണ്ട, ഒരു 0.05 ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ കൊണ്ടുവരാം. ദെൻ എൻഡിലേക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ സെയിം കർവ് ഇവിടെയും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ബാക്ക് വരിക. ദെൻ അതിൻ്റെ അടിയിൽ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഇപ്പം 0.025 ഉണ്ടാവുക. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് 0.25 അല്ലെങ്കിൽ 27 ഓക്കെ ഇതാ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ അടിയിൽ റേഡിയസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മളൊന്ന് ഫുള്ളാക്കി കൊടുക്കുക. ഞാൻ നേരത്തെ ചെയ്തത് ഫേസ് ആയിപ്പോയി. അതിൻ്റെ അടിയിലാണ് റേഡിയസ് വരുന്നത്. അത് വന്ന് നമ്മൾ ഫുള്ളായിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ദെൻ നമ്മൾ ബാക്ക് വരികയാണ്. ദെൻ അഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക. അതിൽ കുറച്ചധികം എഫക്ട്സ് ആഡ് ചെയ്യാണ്ട് ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ നമ്മൾ പിഞ്ച് ബൾജ് ആഡ് ചെയ്യുക. ഓക്കെ, പിഞ്ച് ബൾജ് ആഡ് ചെയ്ത ശേഷം നമ്മൾ പിഞ്ച് ബൾജ് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് സ്ട്രെങ്ത്ത്, റേഡിയസ്, സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെങ്ത്തിലേക്ക് വരിക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം, ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ദെൻ സ്ട്രെങ്ത്തിൽ നമ്മൾ വന്ന് ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക. ഇതേപോലെ ഫുള്ളാക്കി കൊടുത്ത ശേഷം ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.25 ഓക്കെ 0.25 ഇതാ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യാം. ദെൻ നമുക്കിതിലൊരു കർവ് കൊടുക്കണം. കർവ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത ഒരു കർവല്ല, ഈ ഒരു കർവാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു കർവാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ദെൻ നമ്മൾ ബാക്ക് വരാം. ദെൻ അതിൻ്റെ അടിയിൽ റേഡിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റേഡിയസ് ഒന്ന് നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ 2.500 ഓക്കെ. ദെൻ നമ്മൾ ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. പിഞ്ച് ബൾജ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം നമ്മൾ സ്ട്രെങ്ത്തിലേക്ക് വരിക. ഇതിൽ കീ ഫ്രെയിംസിലാണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ നമ്മൾ കീ ഫ്രെയിംസിലേക്ക് വരിക. കീ ഫ്രെയിംസിലേക്ക് വന്ന ശേഷം ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നമ്മൾ 0ലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് 0ലേക്ക് സെറ്റ് ചെയ്ത ശേഷം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ -1ലേക്കാണ് സെറ്റ് ചെയ്യുന്നത്, അതായത് ഫുള്ള് മൈനസ്. ഓക്കെ, ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത ശേഷം നമുക്കിവിടെ ഒരു കർവ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവാണ് നമ്മൾ കൊടുക്കുന്നത്. കറക്റ്റ് ഈ ഒരു കർവ് നിങ്ങൾ കൊടുക്കുക. ദെൻ ബാക്ക് വന്ന ശേഷം നമുക്കിവിടെ റേഡിയസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. റേഡിയസ് വന്ന് നമ്മൾ കുറച്ച് കൊടുക്കുക. ഒരു റേഡിയസ് അപ്പോൾ നമ്മൾ നേരത്തെ ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ ഫുള്ള് കൊടുക്കുന്നില്ല, ഒരു 0.650 ഓക്കെ ഈ ഒരു റേഞ്ചിലാണ് നമ്മളിതിൻ്റെ റേഡിയസ് കൊടുക്കുന്നത്. ദെൻ നമ്മൾ ബാക്ക് വരിക. അതിന് നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു എഫക്റ്റ് സൂം ബ്ലറാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആഡ് എഫക്ട്സിൽ ബ്ലറിൽ സൂം ബ്ലർ ആഡ് ചെയ്യുക ഇതേപോലെ. ദെൻ എൻഡ് പോർഷനിലേക്ക് വന്ന ശേഷം നമ്മൾ സ്ട്രെങ്ത്തിൽ ഒരു കീ ഫ്രെയിം ഇവിടെയും ഒരു കീ ഫ്രെയിം ഇവിടെയും കൊടുക്കുക. ദെൻ നമ്മൾ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0, എൻഡിലുള്ള വാല്യൂ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിലുള്ള ഈ ഒരു 0.5 തന്നെ വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇതേപോലെ എൻഡിലേക്ക് വെച്ച ശേഷം ഇതിലൊരു കർവ് കൊടുക്കണം. ഓക്കെ, ഇതിന് നമ്മൾ ഈ ഒരു കർവാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എത്ര ബ്ലർ വേണോ ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ആഡ് എഫക്ട്സ് അതേഴ്സിൽ നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഓക്കെ, ദെൻ കളർ ആൻഡ് ലൈറ്റിൽ വരിക. എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്യുക. ഇതിൽ വന്ന് അതിനു മുമ്പ് നമ്മളിത് എൻഡിലായിട്ട് വന്നിട്ട് ഇതിൻ്റെ എൻഡ് പോർഷനിലായിട്ട് വന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എക്സ്പോഷർ ആൻഡ് ഗാമ ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ ആഡ് ചെയ്ത പോലെ 2 കീ ഫ്രെയിം ഫസ്റ്റിൽ ഇതേപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഫസ്റ്റിൽ, ദെൻ 0.10 ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്തിട്ട് ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു എക്സ്പോഷർ കൊടുക്കുക. ഞാനിപ്പോൾ 0.40 ആണ് കൊടുക്കുന്നത്. ദെൻ ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് കർവൊന്നും യൂസ് ചെയ്യുന്നില്ല. ദെൻ എൻഡ് പോർഷനിലേക്ക് വന്നിട്ട് 2 കീ ഫ്രെയിംസ് ഇവിടെയും കൊടുക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മൈനസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു -0.5 ഈ ഒരു വാല്യൂ ഞാൻ ആദ്യം കൊടുക്കാം, എന്നിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ എൻഡിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് കൊടുക്കുന്നത്, -0.56 ഈ ഒരു റേഞ്ചിലും കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിതാ കറക്റ്റ് ഇതേപോലെ കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ലെയറിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു സെയിം സാധനമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മോർ ലെയേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റിൽ കൊടുത്ത ആ ഒരു എഫക്ട്സ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോപ്പി ചെയ്യുക, എന്നിട്ട് അടുത്തൊരു ക്ലിപ്പിന് കൊടുക്കുക. ഇപ്പോൾ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ
ഒരു കറക്റ്റ് ഒരു ഷെയ്ക്കും ഒരു വേവ് അതേപോലെ ഒരു സൂമും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.